ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്ന് വീട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ചേന പറിച്ചതുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേമ്പ് ഉണ്ടായിരുന്നു, നല്ല നാടൻ കൂർക്ക ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന പുഴുക്ക് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ വെള്ളപ്പയർ വെള്ളത്തിലിട്ടുണ്ടായി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാന്താരിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പറിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിട്ടിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് വൻപയർ ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വെന്തുടഞ്ഞ് പോവുകയും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അരപ്പിനായിട്ട് കാന്താരി മുളക്, കുറച്ച് ജീരകം, തേങ്ങ, ചുവന്നുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോഴേക്കും എന്താ കുക്കറിൻ്റെ ഒറ്റ വിസിൽ വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്ത കാരണം ഒന്നും ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുഴുക്ക് ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തത് അവിടെ റെഡി ആയി വന്നപ്പോൾ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുകയാണ് കേട്ടോ. കറിവേപ്പില ഉണങ്ങിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകണ കാരണമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഈ കളറാവണേ. കറിവേപ്പില നാടനല്ല, അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല കുറച്ചും കൂടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായേനെ. അപ്പോൾ അതാ നമ്മുടെ രുചികരമായ പുഴുക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ.